നല്ല കുറിയ ഗ്രേവിയോടെ ഉള്ള ചിക്കൻ കറി നമുക്ക് തയ്യാറാക്കിയാലോ? അതിന് വേണ്ടി ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുന്നേ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അതിന് വേണ്ടി 2 സവാള ഞാൻ എണ്ണയിൽ വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് വാടി വന്നതിന് ശേഷം 2 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 നല്ല വലിയ തക്കാളി എടുത്തത്. കുഞ്ഞു തക്കാളി ആണെങ്കിൽ 3 എടുക്കണമേ. കുറച്ച് വാടി വന്നതിന് ശേഷം നമുക്കിത് നല്ല രീതിക്ക് അരച്ചെടുക്കാവേ. 1 കിലോ ചിക്കൻ്റെ അളവാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഇതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കിയാൽ നല്ല കുറുകിയ ഗ്രേവി കിട്ടും കേട്ടോ. എണ്ണ നല്ല രീതിക്ക് ചൂടായി വന്നതിന് ശേഷം നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം നല്ല രീതിക്ക് മാറിയതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ചിക്കനൊക്കെ ഇഷ്ടമുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ചൂട് പൊറോട്ടയിലൂടെയും റൊട്ടിയുടെ കൂടെയും ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കറിയാണ് കേട്ടോ. നമ്മളെ വീഡിയോ കാണുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ കാണുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മസാലയുടെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെയും സവാളയുടെയും കൂട്ട് ഒഴിച്ചു കൊടുക്കാം. സവാളയും തക്കാളിയുടെയും കൂട്ട് നല്ല രീതിക്ക് വെന്ത് നെയ്യ് തെളിഞ്ഞതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാവേ. ഇവിടെ നല്ല രീതിക്ക് തിളച്ച് നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ടിട്ട് നല്ല രീതിക്ക് അടച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മളെ കൊണ്ട് ഒക്കുന്നത് പോലെയൊക്കെ നമ്മൾ കഴിയുന്നത് വോയിസ് ഇടാൻ ശ്രമിക്കാറുണ്ട്. തെറ്റുകളും കുറവുകളൊക്കെ കാണുന്നാലും ഒന്ന് ക്ഷമിക്കുക. അപ്പം നമ്മളെ ചിക്കനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നല്ല രീതിക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ചെറിയ തീയിലിട്ട് നമുക്ക് അടച്ച് വെച്ച് നല്ല രീതിക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാവേ. ചിക്കനൊക്കെ വെന്ത് നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് വന്നപ്പോൾ നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ നമ്മളെ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.